യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പിശാചിനോട് എതിർത്ത് നിൽക്കുക എപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെയാണ് ഈ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്? ഈ പിശാച് എന്നുള്ളതായ ഒരു വാക്കിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ മനസ്സിൽ നല്ല നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ ഈ വാക്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ പിശാചിന് ഒരു ആൾ രൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തുന്നതായ വിരൂപമായ ഒരു മൃഗത്തിൻ്റെയോ മനുഷ്യൻ്റെയോ ഏതെങ്കിലും ഒരു നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, വെറുപ്പിക്കുന്നതായ രൂപങ്ങളോട് കൂടിയൊന്നുമല്ല പിശാച് പ്രത്യക്ഷപ്പെടുന്നത്. പിശാചിന് അങ്ങനെ ഒരു രൂപം ഉൾക്കൊള്ളുവാനും കഴിയുകയില്ല. ദൈവം ആത്മാവാകുന്നതുപോലെ പിശാചും ഒരു സ്പിരിറ്റാണ്. ഈ പിശാചിനെന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ പല രീതിയിൽ ഉപദേശകനായി കുബുദ്ധികളെ ആക്കി അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ കൊടുത്തുകൊണ്ട്, തെറ്റായ ചില ചിന്താഗതികൾ കൊടുത്തുകൊണ്ട്, തെറ്റായ ആശകളും ഇച്ഛകളും കൊടുത്തുകൊണ്ട് പല രീതിയിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ അതിനെ വശീകരിക്കാനുള്ള പരിശ്രമം നടത്തും. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവികമായ ഒരു കാഴ്ചപ്പാടും ദൈവിക ആത്മാവും അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ പിശാചിൻ്റെ സാന്നിധ്യത്തെ വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തരും. നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൻ്റെ ആ അന്തരംഗം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിന് നിങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്യുക. ദൈവേഷ്ടം മാത്രമേ ചെയ്യത്തുള്ളൂ, ദൈവം പറയുന്നത് മാത്രമേ പറയുള്ളൂ, ദൈവം കാണിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകത്തുള്ളൂ. എന്നിൽ മറ്റൊരു ചിന്തയ്ക്കും ഒരു ഉപദേശത്തിനും എൻ്റെ ഹൃദയത്തിൽ അതിന് സ്ഥാനമില്ല എന്ന ഉറപ്പ് പിശാചിന് കിട്ടുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുന്നത് പോലെ അത് നമ്മോട് കൂടെ സഞ്ചരിച്ചിട്ടൊരു കാര്യവും ഇല്ലെന്നുള്ള രീതിയിൽ അത് നമ്മെ വിട്ടോടിപ്പോകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്നും എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ ലാബാനെയും അവൻ്റെ ഭവനത്തെയും ഒക്കെ വിട്ട് നീ നിൻ്റെ സ്വദേശത്തേക്കും നിൻ്റെ അപ്പൻ്റെ ദേശത്തേക്കും നീ പോക. അവിടെയാകുന്നു ഞാൻ നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ തലമുറകൾ അവിടെ എനിക്കൊരു ജനമായി വരണം. വഴിയിൽ വെച്ച് ദൈവം അവൻ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. ആ ഇസ്രായേലായിട്ട് അവൻ പലസ്തീൻ നാടുകളിൽ എത്തിച്ചേർന്നു. അതിനു മുമ്പ് അവൻ വെറും യാക്കോബായിരുന്നു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവനെ ഇസ്രായേലാക്കി, ഒരു രാജ്യമാക്കി, ഒരു ജാതിയാക്കി, അല്ലെങ്കിൽ ദൈവത്തിനെ എന്നും നടത്തുവാനുള്ളതായ ഒരു വിശേഷമായ ഒരു സമൂഹമാക്കി ദൈവം അവനെ മാറ്റി. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യാക്കോബ് തൻ്റെ വഴിക്ക് പോയി ലാബാനെ വിട്ട്, അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ എതിരേറ്റ് വന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഈ ലാബാനെ പൂർണ്ണമായി യാക്കോബ് വിടുന്നിടം വരെയും ദൈവത്തിൻ്റെ ദൂതന്മാർ അങ്ങ് ദൂരെ മാറി നിന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? ലാബാനുമായിട്ട് വീണ്ടും അവൻ സഖ്യത ചെയ്യുന്നുണ്ടോ? തിരിച്ചു പോകുവാൻ ലാബാൻ അവനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. പക്ഷെങ്കിൽ ദൈവം ദൂരെ മാറി നിന്ന് നോക്കി, നീ എന്താണ് ചെയ്യുന്നത്? നോക്കൂ, അടുത്തതായി നമുക്ക് കർത്താവിൻ്റെ ഭാഗത്തേക്കൊന്ന് കടന്നു വരാം. യേശു സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മപൂർണനായി 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടതായി നമുക്കറിയാം. 40 ദിവസം പിശാച് കർത്താവിനെ പല രീതിയിൽ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ പിശാചിനോട് കർത്താവ് ഒരു കാര്യം തീർത്ത് പറഞ്ഞു, സാത്താനെ, നീ എന്നെ വിട്ടു പോ. ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്കുകളല്ലാതെ വേറൊന്നും അനുസരിക്കുകയില്ല. അവനെ മാത്രമേ, എൻ്റെ പിതാവിനെ മാത്രമേ എന്ന് തീർത്ത് ശപഥം ചെയ്ത് പറഞ്ഞു. അപ്പോൾ പിശാചിന് മനസ്സിലായി, ഇനിയും ഇവൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് പിശാച് അവനെ വിട്ടുപോയി. പിശാച് അവനെ വിട്ടു പോയപ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ പിശാച് അവനെ വിട്ടു മാറി
എന്നാൽ അവനെ വിട്ട് മാറിയപ്പോൾ ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. നോക്കൂ, യാക്കോബിൻ്റെ അനുഭവത്തിൽ ലാബാൻ മുഴുവനായി അവനിൽ നിന്ന് മാറി. ലാബാൻ തൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി, തിരിച്ച് തൻ്റെ സ്വദേശത്തേക്ക് പോയി. യാക്കോബ് തന്നെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ യാക്കോബ് തീരുമാനിച്ചപ്പോൾ അവനോടൊപ്പം ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ അനുഗമിച്ചു. ഇവിടെ കർത്താവ് പിശാചിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുസരിക്കുകയില്ല, നിൻ്റെ ഉപദേശങ്ങളൊന്നും ഞാൻ കൈക്കൊള്ളുകയില്ല, എൻ്റെ ആരാധന മുഴുവനും എൻ്റെ പിതാവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. പിശാചിനോട് കർത്താവ് മറുപടി പറഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടോടിപ്പോയി. അപ്പോസ്തലനായ യാക്കോബ് അത് തന്നെയാണ് നമ്മോടും പറയുന്നത്. എന്താണെന്നറിയോ? നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അവൻ നിങ്ങൾക്ക് പല ആലോചനകൾ കൊണ്ടുവരും, പല അഭിപ്രായം കൊണ്ടുവരും. നിൻ്റെ കഷ്ടങ്ങളുടെ സമയത്ത് ഒരു പക്ഷെങ്കിൽ ദൈവം നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കഷ്ടതയിലും വളരെ പ്രയാസമേറിയ തങ്ങത്തിലെല്ലാം ശത്രുക്കളോട് പോരാടുമ്പോഴെല്ലാം നമ്മുടെ ദൈവം ഒരു തീയായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ശത്രുക്കളെ ദഹിപ്പിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. നോ, കർത്താവ് അങ്ങനെ ചെയ്യുന്നില്ല. ദൂരെ മാറി നിൽക്കും. നീ എന്താണ് ആ ശത്രുവിൻ്റെ മുൻപിൽ ചെയ്യുന്നതെന്ന് ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ വീക്ഷിച്ചുകൊണ്ടിരിക്കും. നിനക്ക് പൂർണ്ണമായി ശത്രുവിൻ്റെ താല്പര്യങ്ങളെ നിരാകരിക്കുവാൻ, ശത്രുവിൻ്റെ ഉപദേശങ്ങളെ നീ കൈക്കൊള്ളാതെ കർത്താവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുവാൻ നീ താല്പര്യപ്പെടുന്നു എന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വരും. കർത്താവിന് തൻ്റെ ക്രൂശ് മരണത്തോളം ദൈവത്തിൻ്റെ ദൂതന്മാർ മാറി നിന്നു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ, അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനെ അന്വേഷിച്ചു വന്നവരോടെല്ലാം അവന് മറുപടി കൊടുക്കുവാൻ, അവനെക്കുറിച്ചുള്ള സന്ദേശം കൊടുക്കുവാൻ ദൂതന്മാർ ആ കല്ലറയ്ക്കൽ കാവൽ നിന്നു. അതിനു മുമ്പ് കാവൽ നിന്നില്ലല്ലോ. ഒരു പക്ഷെങ്കിൽ ദൂതന്മാർ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ആ വലിയ രക്ഷിക്കുന്ന വീരനായ ദൈവം തൻ്റെ പിതാവ് ദൂതസഞ്ചയവുമായി താഴേക്ക് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ കർത്താവിനെ പിടിക്കുവാൻ ശത്രുക്കൾക്കൊന്നും സാധിക്കുകയില്ലായിരുന്നു. പക്ഷെങ്കിൽ അതും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ദൂതന്മാർ അങ്ങ് ദൂരെ മാറി നിന്നു. നീ അവസാനത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനാണെന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോൾ മുഴുവനായി ശത്രുവിൻ്റെ ഹിതത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, ദൈവത്തിന് മാത്രമേ നിന്നെ സമർപ്പിക്കുകയുള്ളൂ എന്ന് സ്വർഗത്തിന് ബോധ്യമാകുമ്പോൾ അവിടെ ഇതാ നിന്നെ എതിരേൽക്കുവാൻ, നിന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു വരും. നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ കഷ്ടത്തിൽ ഓടി വന്ന് ദൈവം നമ്മെ പടവെട്ടി നമ്മെ വിടുവിക്കുമെന്നാണ്. ദൈവം വിടുവിക്കുന്നു, ദൈവം കൃപ. എന്നാൽ പല പരീക്ഷകളിലും പരിശോധനകളും നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം ധാരാളമായ കൃപയെ തരും, മാറാത്ത കൃപയെ. നാം ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആശ്രയിക്കുന്നവരായാൽ കഷ്ടങ്ങളെ തരണം ചെയ്യുവാൻ കർത്താവ് കൃപ തരും. അങ്ങനെ തരണം ചെയ്യുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് അവരെ ശുശ്രൂഷിക്കും. അവർക്ക് പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പരിശോധനകളുടെ മുമ്പിൽ, കലക്കങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ വേദനകളുടെ മുമ്പിൽ, പരിഹാസത്തിന് മുൻപിൽ, ഒറ്റപ്പെടലിൻ്റെ മുൻപിൽ, താഴ്ചയുടെ മുമ്പിൽ, ദാരിദ്ര്യത്തിന് മുൻപിൽ ആരുമില്ലെന്ന് നീ ചിന്തിച്ച് നീ കുഴയുകയും പ്രയാസപ്പെടുകയും വേണ്ട. അങ്ങ് ദൂരെ മാറി ദൂതന്മാർ നിന്നെ നോക്കി നിൽക്കുകയാണ്. നീ എന്ത് തീരുമാനമെടുക്കുന്നു? ശത്രുവിൻ്റെ ഉപദേശത്തിന്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആ ആലോചനയ്ക്ക് നീ നിന്നെ തന്നെ കൊടുക്കും. നിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പിശാചിൻ്റെ ആലോചന നീ സ്വീകരിക്കുന്നോ? അല്ലെങ്കിൽ നിൻ്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നിൻ്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ശത്രുക്കളോടുള്ള പോരാട്ടത്തിൻ്റെ മധ്യത്തിൽ നീ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ പിശാചിൻ്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുന്നോ എന്ന് ദൈവം സൂക്ഷ്മതയോടെ നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിന്നെ തന്നെയല്ല, നിൻ്റെ ഭവനത്തെയും നിൻ്റെ തലമുറകളെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെങ്കിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുന്ന വചനം നമുക്കിന്നൊരു പാഠമായിരിക്കട്ടെ. പിശാച് നിന്നിൽ നിന്ന് ഓടിപ്പോവും. പലപ്പോഴും അവന് പല രൂപങ്ങളിലായിരിക്കും നിൻ്റെ അടുത്ത് വരുന്നത്. പിശാചായിട്ട്, ശത്രുവായിട്ട്, സാത്താനായിട്ട് പല രീതിയിൽ നിന്നോട് അടുത്ത് വരും. പക്ഷെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നിനക്ക് വേണ്ടി കാവൽ നിൽക്കും. ഈ പ്രഭാതത്തിലെ വചനം ദൈവത്തിൻ്റെ കാവലിനെയും സൂക്ഷിപ്പിനെയും അവൻ്റെ വാഗ്ദത്തങ്ങളെയും തിരിച്ചു വാരെയുള്ള പ്രഭാതമായി തീരട്ടെ.